അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. കുറച്ച് നല്ല തിരക്കിലായിരുന്നു, ക്യാമ്പിലായിരുന്നു. അപ്പോൾ 10 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് ഇപ്പോൾ നാട്ടിലോട്ടേക്ക് വന്നിട്ടാണുള്ളത്. 10 ദിവസത്തെ ലീവ് കിട്ടിയതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. ബൈക്കിൻ്റെ പ്രോഗ്രാം വിളിച്ചിട്ടുണ്ടായിരുന്നു. സിഗ്നൽ വന്നതുകൊണ്ട് എൻ്റെ ഓണവും ആനിവേഴ്സറിയും എല്ലാം വെള്ളത്തിലായി. അപ്പോൾ പിന്നെ 10 ദിവസമാണെങ്കിൽ 10 ദിവസം വീട്ടിലേക്ക് വരാമെന്ന് വെച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഇന്നലെ രാത്രി എത്തി ബാംഗ്ലൂർ. അനിയുടെ ഫ്ലാറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 2 ദിവസം അവൻ്റെ കൂടെ നിന്ന് 2 ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ നേരെ പാലക്കാട്ടേക്ക് വിടാമെന്ന് വെച്ചുള്ള പ്ലാനിലാണ്. അപ്പോൾ ബാംഗ്ലൂരിലത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ എൻ്റെ നാത്തൂര് അവിടെ കാര്യമായ പണിയിലാണ്. അലക്ക് കഴിഞ്ഞു. അനിയൻ ചെക്കൻ്റെ ഇപ്പോഴത്തെ ഫ്ലാറ്റ് 1 BHK ആണ്. അവർക്ക് 2 പേർക്കും അടിപൊളി നല്ല നൈസ് സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നല്ല തലക്കണിയാണ്. വ്യൂ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അത്യാവശ്യം ഒരു ബാംഗ്ലൂരിൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അനുജത്തി വന്നിട്ടുണ്ടായിരുന്നു, അനിയത്തി മോളും. അപ്പോൾ അവള് കുക്കിങ്ങിൻ്റെ പണിയിലാണ്. ഞണ്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഞണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫിഷാണ്. പിന്നെ കഴിക്കും അത്ര തന്നെ. ഇവർ 2 പേരാണ് ഇന്നത്തെ ഷെഫ്. നിങ്ങൾക്കറിയാം. പിന്നെ എനിക്ക് പണ്ടേ ഈ അലർജിയാണ്. എന്റെ ഭർത്താവ് DK ഇപ്പൊ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ലാൻഡ് ആവും. എയർപോർട്ട് പോയി കൂട്ടണം. അപ്പോ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഹോം ടൂറാണ്. കുഞ്ഞ് ഹോം ടൂർ. ഇതാണ് ബെഡ്റൂം. കല്യാണം കഴിഞ്ഞ ശേഷം മാറിയത്. വേറൊരു ഫ്ലാറ്റിലായിരുന്നു ആക്ച്വലി. കല്യാണം കഴിഞ്ഞ ശേഷം 2 പേരും കൂടെ പുതിയ ഫ്ലാറ്റിലോട്ടേക്ക് മാറിയതാണ്. പിന്നെ അടിപൊളിയായിട്ട് പോണു. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 2 ദിവസം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഔട്ട്ഡോർ വിശേഷങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യാം. ബൈ.